അല്ല എന്താണ് റേഞ്ചിന്റെ പ്രോബ്ലം, റേഞ്ച് അതുകൊണ്ടാണ്. ശരി പറഞ്ഞു. നീ ദിലീപേട്ടൻ്റെ കൂടെ രാവിലെ ഫോട്ടോ എടുത്തോ ഇല്ലയോ? എടുത്തല്ലോ. പിന്നെ എന്തിനാ കുണ്ണാക്കട തായോളി നീ വീണ്ടും പോയി എടുത്തത്? കുണ്ടാച്ചി മോനെ. തായോളി പറടാ. സോറി, നമ്മള് കുന്നാ പറയി പോത്ത് എന്നൊന്നും പറയല്ലേ. നീ പറ, എടുത്തത് തെറ്റാണല്ലേ? തെറ്റാണല്ലേ? തെറ്റാണ്. നിനക്ക് ഫേസ്ബുക്ക് ഉണ്ടോ? ഫേസ്ബുക്ക് ഉണ്ട്. നീ ഇപ്പൊ മണി 7:08. നീ 7:15 നീ ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇടണം. ഞാൻ ഇന്ന് ദിലീപേട്ടൻ മീര ജാസ്മിന്റെ പരിപാടി പോയപ്പോൾ ഞാൻ അറിയാതെ ഫോട്ടോ എടുത്തു പോയി. ഞാൻ ഇതിനു മുമ്പ് എടുത്തിട്ട് പോയി. ദിലീപേട്ടൻ എടുക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. ഇത് മരണ വീടല്ലേ. ഞാനാണ് പുള്ളിയെ കാല് പിടിച്ച് നിർബന്ധിച്ച് ചേട്ടാ കാല് പിടിക്കാൻ ഒരു സെൽഫിന്ന് ചോദിച്ച് ഫോട്ടോ എടുത്തെന്ന് നീ ഇപ്പോഴും ഫേസ്ബുക്ക് ലൈവ് ഇടണം. ഇട്ടില്ലെങ്കിൽ ദീപക്കെ നീ കൊല്ലത്ത് ഇറങ്ങൂല. ദീപക്കെ, നിന്റെ ചേച്ചി യു കെയിലല്ലേ? ആണല്ലേ? അതൊക്കെ അറിഞ്ഞില്ലേ? അപ്പൊ നമുക്ക് അത്രയും സോഴ്സ് ഉണ്ടെന്ന് നിനക്ക് അറിയാമോ ഇല്ലേ? നീ തിരുവനന്തപുരത്ത് നീ ഫോട്ടോ എടുക്കാൻ വന്നാ നീ വിധി. നീ എറണാകുളത്ത് പോയാലും വിധി. കൊല്ലത്ത് ദിലീപേട്ടൻ എല്ലാ സ്ഥലത്തും ഫാൻസ് ഉണ്ടെന്ന് നിനക്ക് അറിയാലോ. നീ ആ വീഡിയോയിലെ കമന്റ് ഫുള്ളും വായിച്ചോ ഇല്ലയോ? വീഡിയോയിലെ കമന്റ്സ് നീ വായിച്ചോ ഇല്ലയോ? ആർക്കൊക്കെയാണ് ഇപ്പൊ ചീത്ത വിളി കിട്ടിയിട്ടുള്ളത്? നിനക്കാ? ദിലീപേട്ടനെ വിളിച്ചിട്ടില്ലേടാ? ദിലീപേട്ടനെ ചീത്ത വിളി കിട്ടില്ലേ? ഇങ്ങൾക്ക് വേറെ പണിയില്ലേ? ഇങ്ങൾക്ക് എന്നാണ് നിൽക്കുന്നത്? തന്നെയല്ലേ? നീ അത് കഴിഞ്ഞ ശേഷം ഈ ഇതിൽ വന്നിട്ട് ഈ പറഞ്ഞ എല്ലാവരുടെ അടുത്തും കമന്റിൽ ഞാനാണ് സെൽഫി എടുത്തത്, ദിലീപേട്ടന് തെറ്റില്ലെന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണം. ആകെ 100 കമന്റേ ഉള്ളൂ. ആ 100 കമന്റിന് റിപ്ലൈ കൊടുക്കണം. ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം നീ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നതിന് മുമ്പ് നീ ചെയ്താ നിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴൂല. ഒരുത്തനും നിന്റെ ദേഹത്ത് തൊടൂല. ഇല്ലെങ്കിൽ ദീപക്കെ നീ ഒരു പരിപാടിയിൽ വീഴൂല. നിന്നെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. നിനക്ക് എല്ലാ നടിമാരുടെ കൂടെയും നടന്മാരുടെ ഫോട്ടോ എടുക്കണല്ലേ നിന്റെ പണി? ആണല്ലേ? നീ വന്നിട്ട് നിന്റെ ജോലി എന്ന് പറയുന്നത് ഇവിടുത്തെ സകല നടന്മാരെ സിനിമാ പരിപാടിക്ക് പോയി ഫോട്ടോ എടുക്കണല്ലേടാ നിന്റെ പണി? ആണല്ലോ? തന്നെടാ വൈര. നീ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതല്ലേടാ പോണത്? നീ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ കക്കൂസി കിടന്നല്ലടാ പോണത്? ആണോ അല്ലേ? നീ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ ബാത്റൂമിനകത്ത് കയറി ഇരുന്നല്ലടാ മൈര നീ പോണത്? ആണോ അല്ലേ? അതുവരെ നിന്നെ കുറിച്ച് പൊക്കി. നിന്റെ ഒരു ഫോട്ടോ വന്നപ്പോ നിന്റെ സകല പയ്യന്മാരെ ഡീറ്റെയിൽ നമ്മൾ പൊക്കി. നിന്നെ കുറിച്ചുള്ള ഇത്രയും ഇത് പൊക്കി നിനക്ക് ഇടി തരാൻ പറ്റുമോ പറ്റില്ലെന്നാണ് പറയുന്നത്. നിനക്ക് ഹലോ നിനക്ക് ഇടി വേണോ വേണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞത് നിനക്ക് ചെയ്യാൻ പറ്റുമോ പറ്റൂല? ചെയ്യാൻ പറ്റും. രണ്ടും ചെയ്തിരിക്കും. എന്തൊക്കെ ചെയ്യും? പറ, എന്തൊക്കെ ചെയ്യും പറ. അല്ല ഞാനപ്പം ഞാൻ പറഞ്ഞ ലൈവ് വീഡിയോയില് തെറ്റ് പറ്റിപ്പോയി. എടുത്ത് പറയണം. ദിലീപേട്ടൻ എടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞപ്പോ ഞാനാണ് ദിലീപേട്ടനെ കെഞ്ചി എടുപ്പിച്ചതെന്ന്. ദിലീപേട്ടന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് നീ പറയണം. അതിൽ ദിലീപിന്റെ വാക്ക് പറഞ്ഞ തെറ്റ്. ദിലീപ് നിന്റെ മണി മോനെ ദിലീപന്റെ വാക്ക് പറഞ്ഞ തെറ്റ് പറഞ്ഞ വാക്കുന്ന തെറ്റ് പറഞ്ഞില്ല. എന്റെയാണ് എല്ലാം തെറ്റ്. ഞാനാണ് ദിലീപന്റെ കാല് ഫോട്ടോ എടുത്തെന്ന് പറയും. പിന്നെ നിന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സില് ഇൻസ്റ്റയില് നീ ഇടണം. ഈ നമുക്കറിഞ്ഞ കൂട്ടുകാരന്മാരെല്ലാം ഉണ്ട്. നമ്മൾ നോക്കും. നീ ഇട്ടിട്ടില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാ ദീപക്കെ നീ വീട്ടിൽ കിടന്ന് ഉറങ്ങൂല. ഇല്ല, ഞാൻ ഇടാം, വീഡിയോ ഇടാം. ശരി, നിനക്ക് എന്താണ് ജോലി? ഈ പറഞ്ഞ ഞാൻ നിന്നെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് എല്ലാരും നിന്റെ ബാക്കി എല്ലാ ഡീറ്റെയിലും പറഞ്ഞു. നിനക്ക് എന്താണ് ജോലി?
പിന്നെ അല്ല നമ്മൾ ഇടയ്ക്കൊക്കെ മറ്റേ ഇടയ്ക്ക് നമ്മൾ ഈ ഷെയറിന്റെ ഒക്കെ ട്രേഡിംഗ് ഒക്കെ ഈ വീട്ടിൽ ഓൺലൈൻ വല്ലപ്പോഴൊക്കെ ചെയ്യും, വല്ലപ്പോഴൊക്കെ. ശരി ശരി. പിന്നെ കൂടുതൽ ഈ ഫിലിമോ ഈ ഫോട്ടോ എടുക്കുക കൂടുതൽ. ഫോട്ടോ എടുത്തിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടോ നിനക്ക്? ഫോട്ടോ എടുത്തിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല. ഇല്ല. അതേപോലെ വിനോദം ഉണ്ട്, അങ്ങനെ ഫോട്ടോ എടുക്കാം. വിനോദം ഉണ്ടെന്ന് പറഞ്ഞ വിനോദ് ഇതൊന്നും ചെയ്തില്ലല്ലോ. ദിലീപേട്ടന്റെ പേര് ദിലീപേട്ടന്റെ പേര് നാണം കെടുത്തുന്നത് പോലെ വിനോദ് ചെയ്തില്ലല്ലോ. ശരിയാ ശരിയാ പറഞ്ഞ ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. അപ്പൊ ഞാൻ ലൈവ് വീഡിയോയില് വന്ന് ഞാൻ പറയാം. എപ്പോ പറയും ലൈവ് വീഡിയോയില്? ഫേസ്ബുക്കിലും ലൈവ് ഇടാം, ഇൻസ്റ്റയിലും ഞാൻ ലൈവ് ഇടാം. ഇട്ട ശേഷം ടൈപ്പ് ചെയ്ത് ഞാൻ എന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ടൈപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ നീ ഈ ഇട്ട ലിങ്ക് വന്നിട്ട് ദിലീപേട്ടനെതിരെയും നിന്റെ എതിരെയും ആ കമന്റ് ഇട്ട എല്ലാവരുടെ ഇതിലും നീ ഈ ലിങ്ക് എടുത്ത് നീ അതിൽ ഇട്ട് കൊടുക്കണം. എന്റെ ചേട്ടൻ പറഞ്ഞ എനിക്കൊന്ന് മെസ്സേജ് ചെയ്ത് തരാമോ? എനിക്ക് നീ ആദ്യം ഫേസ്ബുക്ക് ലൈവ് ഇട്, എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം കേട്ടാ. നീ ഫേസ്ബുക്ക് ലൈവ് ഇടും, ഇപ്പൊ ഇടണം നീ. അല്ല പിന്നെ ചേട്ടൻ ഒന്ന് മെസ്സേജ് ചെയ്ത് തരാമോ? ഇപ്പം ഒരു കുണ്ണയും പറയും നിനക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റില്ല. നിനക്ക് എന്താ തള്ളയെ പൊളി? ഞാൻ നിനക്ക് പ്രാന്താ? നിനക്ക് ഞാൻ അത് ചെയ്തു തരണോ? നിനക്ക് തെറ്റ് ചെയ്ത് നീ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞില്ലേ എന്റെ ഭാഗത്ത് തെറ്റില്ല, അത് ആ ഡയലോഗ് അങ്ങനെ ഇടണം. അല്ല എന്റെ ഭാഗത്താണ് ഫുള്ള് തെറ്റ്. ദിലീപിന്റെ ഭാഗത്ത് തെറ്റുമില്ല. ഞാനാണ് ദിലീപിന്റെ കാല് എനിക്ക് ഒരു ഫോട്ടോ എടുത്ത് ഞാൻ പറയാം. അങ്ങനെ ഞാൻ ആദ്യം പറയാം. ഇട്ടിട്ട് ഇട്. നമുക്ക് നീ ഇടുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടാ. ശരി. ദിലീപൊക്കെ മോനെ നീ ഇടാതെ ഇരുന്ന് നീ പറ്റിക്കാനാണ് വരികയാണെങ്കിൽ നീ കൊല്ലം സ്റ്റേഷനിൽ കാല് കുത്തൂല. പിന്നെ നീ ട്രെയിനിൽ തന്നെ ജീവിക്കണം കേട്ടാ. പിന്നെ നീ ബാത്റൂമിനകത്ത് തന്നെ ജീവിതകാലം മുഴുവൻ ജീവിച്ചാൽ മതി കേട്ടാ. ഞാൻ ഇടാം. ശരി.